നമസ്കാരം. ഒരർത്ഥത്തിൽ ഇറാനിൽ കുടുങ്ങിയ ട്രംപ് നിലവിളിക്കുകയാണ്. നാറ്റോ മുതൽ ചൈന വരെയുള്ള രാജ്യങ്ങളോട് ഭീഷണിപ്പെടുത്തുന്നു എന്ന മട്ടിൽ യാചിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ മുൻനിർത്തി തങ്ങൾക്കൊപ്പം നിൽക്കണം, ഇറാനെതിരായ ആക്രമണം ലോകത്തിൻ്റെ ആക്രമണമാക്കി മാറ്റണം, ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന മട്ടിലുള്ള യാചന തന്നെയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കാൻ എന്ന വ്യാജേന ലോകരാജ്യങ്ങളെ ഇറാനെതിരെ അണിനിരത്താൻ ട്രംപ് നടത്തിയ അവസാനത്തെ നീക്കം സമ്പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനായി സൈനിക വ്യോമ സംവിധാനങ്ങൾ അണിനിരത്തണം എന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ചൈനയും റഷ്യയും ഫ്രാൻസും അടക്കം 7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രംപിൻ്റെ നിർദ്ദേശത്തോട് സഖ്യകക്ഷികൾ പോലും അനുകൂലമായി പ്രതികരിച്ചില്ല എന്നതാണ് പ്രധാന കാര്യം. ഈ സാഹചര്യത്തിൽ ഒടുവിൽ നാറ്റോ രാജ്യങ്ങളോട് ഭീഷണി സ്വരത്തിൽ ഉള്ള വാദവുമായി ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ട്രംപിൻ്റെയും US-ൻ്റെയും ഇസ്രായേലിൻ്റെയും നിലവിലെ സാഹചര്യവും ഇറാനിൽ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളുടെ യാഥാർത്ഥ്യവും. ട്രംപിൻ്റെ ആവശ്യത്തോട് മുഖം തിരിച്ച് ഓസ്ട്രേലിയ രംഗത്തെത്തിയതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ സംഭവം. കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും കപ്പലയക്കാൻ ട്രംപ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ആവശ്യപ്പെട്ടാലും അങ്ങനെ ചെയ്യാൻ പദ്ധതിയില്ല എന്നും ഓസ്ട്രേലിയൻ ക്യാബിനറ്റ് മന്ത്രി കാതറിൻ കിങ് ABC ന്യൂസിനോട് പറഞ്ഞു. ഓസ്ട്രേലിയ നാവിക സഹായം സംഭാവന ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് കപ്പലയക്കില്ല. ഹോർമൂസ് എത്രത്തോളം പ്രധാനമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാവിക ശേഷി സംഭാവന ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞ് കാതറിൻ US ഞങ്ങളോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ അദ്ദേഹം ഉന്നയിച്ച ആവശ്യം പരിഗണിക്കുന്നേയില്ല എന്ന നിലപാടാണ് രണ്ടാമതായി ജപ്പാൻ കൈക്കൊണ്ടത്. ഈ ഘട്ടത്തിൽ ഹോർമൂസിലേക്ക് സുരക്ഷാ കപ്പലുകൾ അയക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സന്നെ ടക്കൈച്ചി പറഞ്ഞു. ജപ്പാനിലെ നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. കപ്പലുകൾ അയക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്നും പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ ശ്രദ്ധാപൂർവമായ ചുവടുകളെ വയ്ക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ദക്ഷിണ കൊറിയ. അതായത് അമേരിക്കയുമായി ട്രംപുമായി അടുത്ത ബന്ധമുള്ള, എന്തും ചെയ്യാൻ ട്രംപ് പറഞ്ഞാൽ തയ്യാറാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന രാഷ്ട്രങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ട്രംപിന് ഏറ്റവും വലിയ ആഘാതം. ദക്ഷിണ കൊറിയ പറയുന്നത് ഏതൊരു നീക്കവും ശ്രദ്ധാപൂർവമായ അവലോകനത്തിന് ശേഷം മാത്രമേ നടത്തൂ എന്നാണ്. ഒരു ബഹുരാഷ്ട്ര സഖ്യത്തിൻ്റെ ഭാഗമായി നാവികസേനയെ വിന്യസിക്കുന്നതിന് ദക്ഷിണ കൊറിയൻ ദേശീയ അസംബ്ലിയുടെ അംഗീകാരം ആവശ്യമാണ്. അംഗീകാരത്തിന് ശേഷം ഒരു ദക്ഷിണ കൊറിയൻ യുദ്ധക്കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ എത്താൻ കുറഞ്ഞത് 34 ആഴ്ച എടുക്കുമെന്നും ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യം കൂടി വിലയിരുത്തി US-നെ പിണക്കാതെ ഒരു തീരുമാനം ദക്ഷിണ കൊറിയക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ക്ഷണം പാളിപ്പോയത് തിരിച്ചറിഞ്ഞ് ട്രംപ് പുതിയ തന്ത്രവുമായി രംഗത്തിറങ്ങി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു ബഹുരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള പദ്ധതിയാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ കാർഡ്. യുദ്ധം കലുഷിതമാക്കിയ ഈ മേഖലയിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ നാവികസേനകളെ അണിനിരത്താനായി ഒരു സഖ്യം രൂപീകരിക്കാൻ ട്രംപ് നീക്കം നടത്തുകയാണ് എന്നും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ചയോടെ ഉണ്ടാകുമെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ട്രംപ് നൽകിയ ആഹ്വാനം വിവിധ രാജ്യങ്ങൾ അനുകൂലമായി സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന സാഹചര്യത്തിലാണ് നാറ്റോ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം. അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമറെയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കർണിയെയും അണിനിരത്തി വിവിധ ചർച്ചകൾക്കുള്ള തുടക്കവും ട്രംപിൻ്റെ നിർദ്ദേശത്താൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും സ്തംഭിച്ച സാഹചര്യത്തെ മറികടക്കാനും തടസ്സങ്ങൾ നീക്കാനും വേണ്ട നടപടികളെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ ട്രംപുമായി ചർച്ച ചെയ്തിരുന്നു. അത് വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു കാര്യമാണ്. പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണിയുമായും സ്റ്റാമർ സംസാരിച്ചിട്ടുണ്ട്. നാവിക സുരക്ഷാ പദ്ധതി എന്ന ശ്രമം പാളിപ്പോകുന്ന സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾക്ക് മേൽ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആദ്യ 7 രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുള്ള ആദ്യ നീക്കം പാളിപ്പോയതിൻ്റെ പിന്നാലെയാണ് നാറ്റോ രാജ്യങ്ങളെ അണിനിരത്താനുള്ള ഭീഷണിയുടെ സ്വരം ട്രംപ് പുറപ്പെടുവിച്ചത്. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയെ സഖ്യകക്ഷികൾ സഹായിച്ചില്ല എങ്കിൽ അവരുടെ ഭാവി മോശമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനെ സഹായിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്കിൽ യൂറോപ്പ് ഇങ്ങോട്ട് സഹായിക്കണം. പ്രതികരണം ഇല്ലാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നാറ്റോയുടെ ഭാവിക്ക് വളരെ മോശമായിരിക്കും.
വർഷങ്ങളായി നാറ്റോ സഖ്യം അമേരിക്കയുടെ ഔദാര്യത്തിലാണ് വളരുന്നത് എന്നും ട്രംപ് പറഞ്ഞു. ഇതേസമയം ചൈനയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈന ഇറക്കുമതി ചെയ്യുന്ന 90% എണ്ണയും ഹോർമുസ് വഴിയാണ് ലഭിക്കുന്നത്. അവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അത് വൈകാൻ സാധ്യതയുണ്ട്. കാരണം ഉച്ചകോടിക്ക് മുമ്പായി ഈ ഹോർമുസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം ഞങ്ങൾക്ക് എന്നും ട്രംപ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ചൈനക്കൊന്നും പ്രശ്നം വരുന്നില്ല. കാരണം ഈ എണ്ണ അല്ലെങ്കിൽ ഇന്ധന വ്യാപാരത്തിൽ ഇന്ധന കടത്ത് കച്ചവടം കടലിടുക്കിലൂടെയുള്ള കപ്പൽ കടത്ത് ഇസ്രായേലും ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട അവരെ യുദ്ധത്തിൽ ഇറാന് ഡാമേജ് ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ബാധകം. യഥാർത്ഥത്തിൽ ട്രംപ് ഇങ്ങനെ പരക്കം പായുന്നത് വൃഥാവിലാണ്. ആരെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക എന്നുള്ളത് വൃഥാ സ്വപ്നമാണെന്നാണ് നമുക്ക് സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. യുദ്ധത്തിൽ ഇറാനെ ആക്രമിക്കുന്ന US-നും ഇസ്രായേലിനും അവരെ നേരിട്ട് സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഹോർമൂസ് കടലിടുക്കിൽ നിലവിൽ തടസ്സങ്ങളുള്ളൂ. ഇക്കാര്യം ഇറാൻ വ്യക്തമാക്കുകയും വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസമായി ഭീഷണി US ഇസ്രായേൽ കപ്പലുകൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഹോർമൂസിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ സാധ്യതയില്ല. യുദ്ധ കൊതി കൊണ്ട് സ്ഥിതിഗതികൾ വഷളാക്കാനും ഇറാനെ തകർക്കാനുമുള്ള കുതന്ത്രത്തിന് മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കാനുമാണ് ട്രംപിന്റെ നീക്കം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരിട്ടുള്ള സഖ്യകക്ഷികളല്ലാതെ മറ്റ് രാജ്യങ്ങൾ അനാവശ്യമായി അതുകൊണ്ട് തന്നെ ട്രംപിന്റെ തന്ത്രത്തിൽ വീഴാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ത്യയെ വീണ്ടും ലോകത്തിന് മുന്നിൽ അപമാനിക്കും വിധം പ്രസ്താവനയുമായി US ഊർജ്ജ സെക്രട്ടറി രംഗത്തെത്തിയിരുന്നു. ഇതിനോട് ബന്ധപ്പെടുത്തി വൻകിട രാജ്യങ്ങളെല്ലാം കൈമലർത്തിയെങ്കിലും ഇന്ത്യ US-നെ സഹായിക്കാൻ ഹോർമൂസ് കടലിടുക്ക് ദൗത്യത്തിൽ അണിനിരക്കും എന്നാണ് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞത്. US പ്രസിഡന്റ് പല രാജ്യങ്ങളെ സമീപിക്കുകയാണ് എന്ന് പറഞ്ഞ ക്രിസ് റൈറ്റിനോട് സഹായിക്കാം എന്നേറ്റ രാജ്യങ്ങളുടെ പേര് പറയാമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോഴാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പേര് റൈറ്റ് പറഞ്ഞത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ആ രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തുവിടില്ല എന്നും അദ്ദേഹം ഇന്ത്യയുടെ പേര് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ എടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായ അവസ്ഥയിലാണ് ഈ പ്രസ്താവന എന്നത് ഇന്ത്യക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കം എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഇന്ത്യ അതിനെതിരെയോ അതിനെക്കുറിച്ചോ എന്തെങ്കിലും പ്രതികരണം പ്രകടിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല. നേരത്തെയും സമാന നിലയിൽ ട്രംപ് പല ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് മേൽ തങ്ങൾക്ക് ആധിപത്യമുണ്ട്, തങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന മട്ടിൽ പ്രധാനമന്ത്രിയെ വരെ മുൻനിർത്തിക്കൊണ്ട് വലിയ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. ട്രംപ് നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ കുഴപ്പത്തിലാക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു മേധാവിത്വം ഉള്ളതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോഴും റൈറ്റും പറഞ്ഞത് സമാന നിലയിലാണ് ഇന്ത്യ ഒരു നിലപാട് പറയുന്നതിന് മുമ്പ്. ചുരുക്കത്തിൽ ഹോർമൂസ് US-നും ഇസ്രായേലിനും മാത്രം നേരിട്ട് ബാധിക്കുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ. US-ന്റെ വിശ്വാസ്യത, ഇന്ധന കരാറിലടക്കം ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിലെ വിശ്വാസ്യത തകരുന്ന സ്ഥിതി പക്ഷേ ഉണ്ട്. കാരണം US-ന്റെ കപ്പലുകൾ വ്യാപകമായി തടയപ്പെടും. അപ്പോൾ അവർ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുകയും ചെയ്യും. അതിനെ മറികടക്കുക എന്നതാണ് US-നെ സംബന്ധിച്ച് പ്രധാനം. ഇറാൻ ഹോർമൂസുമായി ബന്ധപ്പെട്ട നിലപാട് തുടർച്ചയായി വ്യക്തമാക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ US-ന്റെയും ഇസ്രായേലിൻ്റെയും തന്ത്രങ്ങൾ പെട്ടെന്ന് വിജയകരമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അതേസമയം മറ്റൊരു സുപ്രധാന വിവരം കൂടി ഇന്ന് പുറത്തു വന്നു എന്നതാണ്. അതായത് ട്രംപ് സംശയിച്ചതുപോലെ യുദ്ധത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതിന് തെളിവായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ദിവസമാണ്. US-നും ഇസ്രായേലിനും എതിരായി തിരിച്ചടിക്കാൻ ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നു എന്ന് അബ്ബാസ് അരാക്ചി പറഞ്ഞു. സൈനികമായും മറ്റു മാർഗങ്ങളിലൂടെയും ഉള്ള സഹായം ലഭിക്കുന്നുണ്ട്. MS നൌവിന് നൽകിയ അഭിമുഖത്തിലാണ് അരാക്ചിയുടെ വെളിപ്പെടുത്തൽ. ഈ 2 രാജ്യങ്ങളും ഇറാന്റെ നിർണായക പങ്കാളികളാണ്. സംഘർഷത്തിൽ ഇറാനോട് അവർ സഹകരിക്കുന്നുണ്ട്. ഇതിൽ സൈനിക സഹകരണവും പെടും. മുൻകാലങ്ങളും ഞങ്ങൾ തമ്മിൽ അടുത്ത സഹകരണത്തിലായിരുന്നു, അത് തുടരുകയാണ് എന്നും രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും ഇരു രാജ്യങ്ങളും നല്ല സഹകരണമാണ് പുലർത്തുന്നതെന്നും അരാക്ചി പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ US ആക്രമണത്തെ പ്രതിരോധിക്കാനും തിരിച്ച് അടിക്കാനും നേരിട്ട് നൽകുന്ന യുദ്ധസഹായത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അരാക്ചി തയ്യാറായില്ല. ഇതേസമയം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഉടനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നും അരാക്ചി പറഞ്ഞു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നുപോകുന്ന ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ എണ്ണ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുമെന്നത് ഞങ്ങളുടെ സായുധ സേന വ്യക്തമാക്കിയ കാര്യമാണ്. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഓഹരിയുള്ളതോ ആയ
മേഖലയിലെ ഏത് ഊർജ്ജ സംവിധാനത്തിന് നേരെയും ഞങ്ങൾ ആക്രമണം നടത്തും. അതിനാൽ ഞങ്ങളുടെ പ്രതികരണം വ്യക്തമാണ്. UAE-യുടെ മണ്ണിൽ നിന്ന് അമേരിക്കയുമായി ചേർന്ന് ടെഹ്റാനിൽ ആക്രമണം നടത്തിയതിന് UAE-യെയും അരാക്ചി കുറ്റപ്പെടുത്തി. ഇറാനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പ് അരാക്ചി നൽകി. ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രമം ഇസ്രായേൽ നടത്തിയത് ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ഇറാൻ അറ്റാക്കിൽ അദ്ദേഹം അപ്രത്യക്ഷനായോ തുടങ്ങിയ വാർത്തകൾ പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരികയും അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെതായി അവർ നൽകിയ വിഷ്വൽ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 6 വിരലുള്ള കാര്യം അത് AI വീഡിയോ ആണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന് ഉപാധിയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ വാർത്ത വ്യാജമാണ് പ്രചരണം എന്ന് വിശദീകരിച്ചുകൊണ്ട് നെതന്യാഹുവിൻ്റെ ഓഫീസ് രംഗത്തെത്തിയത്. എന്നാൽ ആ പ്രചരണവും ശരിയല്ല, അതും വ്യാജമാണ് എന്ന മറ്റുള്ള പ്രചരണവും കൗണ്ടറായി വീണ്ടും ആരംഭിച്ചു. അതിനെയും മറികടക്കാൻ നെതന്യാഹു ഒരു കോഫി കുടിക്കുന്ന ദൃശ്യം, കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിക്കുന്ന ദൃശ്യവും അവർ പുറത്തുവിട്ടു. ഏറ്റവും ഒടുവിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫി കുടിക്കുന്ന വിഷ്വലും AI ആണ് എന്ന പ്രചരണമാണ് ഒടുവിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന മട്ടിലുള്ള ആകാംക്ഷകൾക്കും ആശങ്കകൾക്കും നൽകും മട്ടിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. നെതന്യാഹുവിൻ്റെതായി പുറത്തു വന്ന ഇപ്പോഴത്തെ കോഫി ഷോപ്പിലെ ദൃശ്യങ്ങളും AI ആണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനും ഇനി ഇസ്രായേൽ വിശദീകരണവുമായി രംഗത്ത് വരുമായിരിക്കും. എന്തായാലും സംതിങ് റോങ് എന്ന് പറയുന്നത് പോലെ ഇറാനിലും ഒപ്പം ഇസ്രായേലിലും എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലതും നമ്മൾ അറിയാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിനൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് സംബന്ധിച്ച് ഇറാൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തായാലും ഒരു പ്രതിസന്ധി ഉണ്ട്. നേരെ മറിച്ച് ഇസ്രായേൽ അങ്ങനെ ഒരു പ്രതിസന്ധിയെ ഇതുവരെ നേരിട്ടിട്ടില്ല. പെട്ടെന്നങ്ങ് തീർത്തു പോവുക അല്ലെങ്കിൽ അവരൊരിക്കലും പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇറാനിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഒപ്പം അവരെ വിശ്വസിച്ച് കൂടെ നിന്ന US-നും ട്രംപിനും അസാധാരണമായ കുഴപ്പത്തിലേക്ക് പതിക്കുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഒടുവിൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം അവരുടെ ലോകരാജ്യങ്ങളുടെ മേലുള്ള വിശ്വാസ്യതയിൽ തന്നെ വലിയ കോട്ടമുണ്ടാക്കിയിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ചാൽ ഒരു സുരക്ഷയും ലഭിക്കില്ല എന്ന തോന്നൽ GCC രാജ്യങ്ങൾക്കും ഉണ്ടായ അവസ്ഥയാണ്. GCC ഒടുക്കം UN-നെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യം മുമ്പില്ലാത്തതാണ്. എന്തായാലും ഇറാൻ യുദ്ധത്തിൽ കൈ പൊള്ളിയ അവസ്ഥയിൽ നിന്ന് ഇതിനെ എങ്ങനെ മറികടക്കും, ഹോർമുസിനെ മുൻനിർത്തി ലോകരാജ്യങ്ങളെ അണിനിരത്തി ഇറാനെ ഇല്ലാതാക്കാൻ തന്നെയാണ് അപ്പോഴും ശ്രമം US-ൻ്റെയും ഇസ്രായേലിൻ്റെയും. അത് വിജയിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇന്ന് വന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഞാനിവിടെ നിരത്തിയത്. ഇനി ട്രംപും നെതന്യാഹുവും എന്തു ചെയ്യും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.